സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ മഴവില്ലിനപ്പുറം. പൂമുഖത്ത് നിന്ന് കയറാവുന്ന മുറികളിലൊന്ന് ഐശ്വര്യ തന്നെ വൃത്തിയാക്കിയെടുത്തു. തനിച്ചു കിടക്കാൻ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടവാതിൽ തുറന്നിടേണ്ടി വന്നുവെന്നു മാത്രം. അമ്മയുടെ മൗനവും രോഗാവസ്ഥയും ഒന്നും അവൾ കാര്യമാക്കിയെടുത്തില്ല. ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പ്രാതൽ കൊടുത്തിരിക്കും. ഇടയ്ക്ക് അടുക്കളയിൽ ജാനു അമ്മയെയും സഹായിക്കും. അതുവരെ തൻ്റെ ജോലിയായിരുന്നു അത്. തനിക്ക് ഒരുപാട് സമയം ബാക്കി കിടന്നു. ഐശ്വര്യയാണ് ആദ്യം യാത്ര പറഞ്ഞിറങ്ങുക. അവളുടെ ജോലിക്ക് ഒരു കൃത്യസമയമൊന്നും ഉണ്ടായിരുന്നില്ല. മടങ്ങി വരവ് ചിലപ്പോൾ 6 മണിക്കാകും. ഓഫീസിൽ ഐശ്വര്യയെ കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. പഴയ പ്രൊജക്റ്റ് തുടങ്ങുമ്പോഴേ ഉണ്ടായിരുന്നവരാണെന്ന് ഐശ്വര്യ പറഞ്ഞു തന്നു. ശ്രീഹരിയും നിതിനും സ്ഥിരമായി ഓഫീസിൽ ഉണ്ടാവില്ല, പോയി വന്ന് നിൽക്കുകയേയുള്ളൂ. സുമയ്യയുടെ മറ്റൊരു പതിപ്പായിരുന്നു ഐശ്വര്യ. സദാ ചിലച്ചുകൊണ്ടിരിക്കും. നാവെടുത്താൽ ശ്രീയേട്ടനെക്കുറിച്ചാണ് കൂടുതൽ പറയാറ്. തൻ്റെ മൗനം പ്രോത്സാഹനമായി അവൾ കണക്കുകൂട്ടി. ശരിക്കും അതൊരു പ്രോത്സാഹനം തന്നെയായിരുന്നില്ലേ? കൂടുതൽ അറിയാനുള്ള വെമ്പൽ. ശ്രീഹരി രവിമാമൻ്റെ അടുത്ത ബന്ധുവാണ്. ക്ഷേമയ്ക്ക് വേണ്ടി ആലോചിക്കുകയും ചെയ്തതായിരുന്നു. ക്ഷേമ ചേച്ചി വെറുതെ മോഹിച്ചു ഒരുപാട്. ഒരു വൺ വേ പ്രേമം. പക്ഷേ സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞേ തനിക്കൊരു വിവാഹമുള്ളൂ എന്ന ശ്രീയേട്ടൻ്റെ ശാഠ്യത്തിൽ ക്ഷേമ ചേച്ചിയുടെ സ്വപ്നം പൊലിഞ്ഞു. അച്ഛൻ ശ്രീനന്ദനയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ശ്രീയേട്ടനായിരുന്നു മൂത്തത്. അമ്മ ഹൈസ്കൂൾ ടീച്ചറായി റിട്ടയർ ചെയ്തു. ശ്രീരേഖയെ വിവാഹം കഴിച്ചത് മുറച്ചെറുക്കം തന്നെ. സർക്കിൾ ഇൻസ്പെക്ടറാണ് പ്രവീൺ. ശ്രീരേഖയുടെ അമ്മയുടെ അതേ പാത പിന്തുടർന്ന് +2 ടീച്ചറായി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ശ്രീപ്രിയ ബാംഗ്ലൂരിൽ ഇൻഫോസിസിൽ എഞ്ചിനീയറാണ്. ഭർത്താവിനും അവിടെ തന്നെയാണ് ജോലി. ശ്രീനന്ദന തൻ്റെ ജൂനിയറായി എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. അവളാണ് ശ്രീയേട്ടൻ്റെ ഓമന. ഈ പെങ്ങളെന്ന് വെച്ചാൽ ശ്രീയേട്ടന് ജീവനാണ്. 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഇവരിവരും തമ്മിൽ. ചെറുപ്പത്തിലെ അവളെ എടുത്തുകൊണ്ട് നടക്കുന്ന ശ്രീയേട്ടനെ എനിക്ക് ഓർമ്മ വരുന്നു. അത് പറയുമ്പോൾ ഐശ്വര്യയുടെ കണ്ണുകളിൽ നനവൂറിയിരുന്നു. സത്യത്തിൽ ഇങ്ങനെയൊരു ഏട്ടൻ എനിക്കില്ലാതെ പോയല്ലോ എന്നോർക്കുമ്പോഴാണ് സങ്കടം. അവൾ വീണ്ടും പറഞ്ഞു, എല്ലാ ഏട്ടന്മാരും ഇങ്ങനെ ആവില്ല ഐശ്വര്യ. അറിയാൻ ചേച്ചി, ഇവിടുത്തെ ഏട്ടനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയും ഒരു ജന്മം. അവളിൽ നിന്നും ഒരു നെടുനിശ്വാസം ഉതിർന്നു വീണു. ശ്രീനിലയത്തിൽ എല്ലാവരും ഒത്തുകൂടിയാൽ ബഹുരസമാണ്. പ്രവിയേട്ടൻ പോലീസാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാട്ടും ഡാൻസും ബഹളവും. വിനോദേട്ടനും ഒപ്പം കൂടിക്കോളും. അമ്മ തനിച്ചാണ് വീട്ടിൽ. നന്ദനയുണ്ടല്ലോ, പിന്നെ രേഖേച്ചിയും. പ്രവിയേട്ടൻ ഈ അടുത്ത കാലത്ത് പ്രമോഷനായി കോഴിക്കോട്ടേക്ക് പോയത്. തിരിച്ചു വരാനുള്ള ശ്രമമുണ്ട്. ഭൂമി പൂജയ്ക്ക് ക്ഷണിക്കാൻ വന്നതിന് ശേഷം ശ്രീഹരിയെ താൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ആവശ്യത്തിനായി ടൗണിൽ പോകേണ്ടി വരുമ്പോഴും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നപ്പോഴുമൊക്കെ ചമ്പകമംഗലത്ത് അടിസ്ഥാനമുയരുന്നത് കണ്ടു. വീട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ പൈലടിയുടെ ശബ്ദം കാതുകളിലേക്ക് ഇഴഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഐശ്വര്യ പലതവണ വീട്ടിൽ പോയി വന്നു. കൈനിറയെ സമ്മാനങ്ങളുമായാണ് ആ മടങ്ങി വരവ്. എത്ര വിലക്കിയിട്ടും അവൾ ആ പതിവ് നിർത്തിയില്ല. വന്ന് 1 മാസം തികഞ്ഞപ്പോൾ 100ൻ്റെ ഒരടുക്ക് നോട്ടുമായി ഒരു രാത്രി അവൾ മുറിയിലേക്ക് വന്നു. ചേച്ചി, കറണ്ട് ചാർജൊക്കെ അടയ്ക്കേണ്ടേ? ഇതിരിക്കട്ടെ. നീ വച്ചോളൂ, ഞാൻ ഒന്നിച്ച് വാങ്ങിക്കോളാം. എന്നാലും ചേച്ചി, അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ്. സമ്മതിച്ചു. നിന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ ഒന്നിച്ച് വാങ്ങിക്കോളാം. ഉറപ്പ്? ഉറപ്പ് തന്നെ. പിന്നീട് അങ്ങനെയൊരു സമീപനം ഉണ്ടായില്ല. പകരം അവൾ കവലയിൽ തനിച്ചുപോയി അടുക്കളയിലേക്കുള്ള പച്ചക്കറികൾ ഓരോ ആഴ്ചയിലേക്കും വാങ്ങിക്കൊണ്ടുവരുന്നത് പതിവാക്കി. എത്ര വിലക്കിയിട്ടും ഫലമില്ലാതായി. മധ്യവേനൽ അവധിക്ക് രാജി മക്കളുമായി വന്നു. വീടാകെ ഉണർന്നതുപോലെ. വിജിയുടെ മകൾ മിന്നുവും അപ്പോഴേക്ക് എത്തി. സുമയ്യ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. തനിക്കുള്ള ഉപദേശങ്ങൾക്ക് ദൈർഘ്യം കൂടി വന്നുവെന്ന് മാത്രം. അമ്മയുടെ കാലം കഴിയുമ്പോൾ നീ തനിച്ചാകും ചെയ്യാ. എനിക്കറിയാം. അപ്പോഴേക്കും കണിമംഗലം ഒരു വൃദ്ധസദനമായി മാറിയേക്കും. ഞാനതിൻ്റെ സാരഥിയും. നിന്റെ ജന്മം പാഴായിപ്പോകും. ഒരു പാഴും ആവില്ല മോളെ. കല്യാണവും കുട്ടികളും ഒന്നുമല്ല ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. എത്രയോ പേർ സന്യാസിനി മഠങ്ങളിൽ കഴിയുന്നു. നീ മാധവ് മാമയുടെ അനന്തരവൾ തന്നെ. അവൾക്കാകെ ദേഷ്യം വന്നിരുന്നു. ഫോൺ വെക്കുകയും ചെയ്തു. വയനാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് രാജിയും കല്യാണക്കാര്യം എടുത്തിട്ടു.
എല്ലാവരും കൂടി വിജിയുടെ അടുത്ത് പോയി മടങ്ങുന്ന വഴിയായിരുന്നു. ഇച്ചായൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെയാ ചേച്ചി വഴക്ക് പറയുന്നത്. ഞാനും വിജിയുമൊക്കെ മുൻകൈ എടുക്കാത്തത് കൊണ്ടാണെന്നാണ്. ചേച്ചിയുടെ ഈ ശാഠ്യം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. എനിക്കൊരു ശാഠ്യവുമില്ല രാജി. ഞാൻ പണ്ടേ എടുത്ത തീരുമാനമാണ്. ഇനി നിങ്ങൾ പറയുന്ന തരത്തിലൊരു ജീവിതമുണ്ടാവില്ല എനിക്ക്. ചേച്ചി ഒന്നുകൂടി ആലോചിക്ക്. പ്രായം കടന്നു പോകുന്തോറും നല്ലൊരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാകും. ആയിക്കോട്ടെ, എനിക്ക് വയ്യ ഈ ചേച്ചിയെ നേരെയാക്കാൻ. അവൾ തലയിൽ കൈവച്ചു. അവളും കുട്ടികളും മടങ്ങിക്കഴിഞ്ഞപ്പോൾ വീടുറങ്ങിയതുപോലെയായി. ഐശ്വര്യയും അത് തന്നെ പറഞ്ഞു. സാന്ദ്രയും സിൻഡിയും മിന്നുവും അവൾക്ക് കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു. പോകുന്നതിനു മുമ്പ് 3 പേർക്കും അവൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. ശാസിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്ന് തോന്നി. സമയം 6 മണി കഴിഞ്ഞിട്ടും അന്ന് ഐശ്വര്യ ഓഫീസിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നോക്കിയിരുന്ന് മടുത്തു കഴിഞ്ഞപ്പോഴാണ് കുളിക്കാനായി കയറിയത്. തിരിച്ചിറങ്ങിയപ്പോഴേക്കും ജാനു അമ്മ വിളക്ക് കൊളുത്താനുള്ള തിരി തെറുത്തു വെച്ചിരുന്നു. ഐശ്വര്യ വന്നില്ലേ? ഇല്ല കുഞ്ഞെ, നേരം കറുത്തു വരുന്നു. ഈ കുട്ടി ഇതെവിടെ പോയി? അടുക്കളയിലേക്ക് പോകുന്നതിനിടയിൽ മറുപടി ഉണ്ടായി. തളത്തിലെ കട്ടിലിൽ അമ്മ കൂനിക്കൂടി ഇരിപ്പുണ്ട്. TV ഓണാക്കുന്നത് വരെ ആ ഇരിപ്പ് നീണ്ടുപോകും. സന്ധ്യാദീപവുമായി പൂമുഖത്തെ അടഞ്ഞ വാതിൽ തുറന്നു. മുന്നിൽ കണ്ട രംഗം കാലുകളെ നിശ്ചലമാക്കി. പോർട്ടിക്കോയിൽ തൂണും ചാരി ഐശ്വര്യ. തോളിലെ വാനിറ്റി ബാഗ് പോലും മാറ്റിയിട്ടില്ല. അരപ്ലേസിൽ കൈമുട്ടുകൾ കുത്തി അല്പം മുന്നോട്ടാഞ്ഞ് മുറ്റത്ത് തന്നെ നിൽക്കുന്ന ശ്രീഹരി. ഇരുവരും സംസാരത്തിലാണ്. എന്തുകൊണ്ടോ ആ നിൽപ്പും സംസാരവും മനസ്സിനൊട്ടും ദഹിച്ചില്ല. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നുവെങ്കിലും അന്തിച്ചന്തയ്ക്ക് പോയി മടങ്ങുന്നവരുടെ കാഴ്ചയിൽ 2 പേരുമുണ്ട്. അകത്തു നിന്നിരുന്ന ഐശ്വര്യയുടെ മുഖം വ്യക്തമല്ലെങ്കിലും ശ്രീഹരിയെ മറ്റുള്ളവർക്ക് നന്നായി കാണാം. ഉള്ളിലെ വിക്ഷുബ്ധത അടക്കിപ്പിടിച്ച് മുന്നോട്ട് ചെന്നു. ദീപം യാന്ത്രികമായാണ് ഉരുവിട്ടത്. ഭക്തിയുടെ നേരിയ ഒരു കണിക പോലും തൻ്റെ സ്വരത്തിലുണ്ടായിരുന്നില്ലെന്ന് തോന്നി. അത് ചിലമ്പിച്ചിരുന്നു. ശ്രീഹരി തലയുയർത്തി. സംസാരം പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. ഐശ്വര്യ പെട്ടെന്ന് ബാഗും കയ്യിലിരുന്ന കവറും വട്ടമേശയിൽ വെച്ച് ദീപം തൊഴുതു. മുറ്റത്തേക്കുള്ള പടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുന്നിൽ ശ്രീഹരി. ഒന്ന് തൊഴുതോട്ടെ മാഡം. മനസ്സൊന്നറച്ചുവെങ്കിലും കാലുകൾ നിശ്ചലമായി. കൈകൾ നീട്ടി ദീപം തൊട്ട് തൊഴുമ്പോൾ ആ കണ്ണുകൾ തൻ്റെ മുഖത്തേക്ക് തറഞ്ഞു നിൽക്കുന്നതറിഞ്ഞു. റോഡിലൂടെ പോകുന്നവരുടെ നോട്ടം തങ്ങളിലേക്കാണ്. തുളസിത്തറയിൽ ചെന്ന് തിരിവെച്ചതും തിരിഞ്ഞു നടന്നതുമൊന്നും ഓർമ്മയില്ല. ഉള്ളിലെ വീർപ്പുമുട്ടൽ അധികരിച്ചിരിക്കുന്നു. പെരുവിരലിൽ നിന്നും തുടങ്ങിയ തരിപ്പ് സിരകളിലാകെ പടരുന്നത് പോലെ. പടികൾ തുടങ്ങുന്ന ഇടത്ത് ശ്രീഹരിയുണ്ട്. അയാളെയും കടന്ന് വെറുതെ അങ്ങ് പോകാൻ മനസ്സ് ഒരുങ്ങുന്നില്ല. നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തൻ്റെ സ്വരഭേദം ആൾ തിരിച്ചറിഞ്ഞുവെന്ന് തോന്നി. പറഞ്ഞോളൂ. നനത്തിരുന്നു ആ ശബ്ദം. ഇതിനിടയിൽ ഐശ്വര്യ പോർട്ടിക്കോയിലെ ലൈറ്റ് ഇട്ടിരുന്നു. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണിത്. ഈ നേരത്ത് ഇവിടിങ്ങനെ വന്നത് ഒട്ടും ശരിയായില്ല. സ്തബ്ധനായി നിൽക്കുകയായിരുന്ന ആൾ പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. തെറ്റിദ്ധരിക്കരുത്. വീട്ടിലേക്കുള്ള കുറച്ച് രൂപ കൊടുത്തയക്കണമായിരുന്നു. അത് നമുക്കല്ലേ അറിയൂ. ഞാനിവിടെ നാട്ടുകാരെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഒരിക്കൽ അത്യാവശ്യം പേരുദോഷം വരുത്തിവെച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പേടി. പറഞ്ഞു കഴിഞ്ഞതും തിരിച്ചു നടന്നു. വിവർണമായ മുഖത്തോടെ നിന്ന ഐശ്വര്യയും കടന്ന് അകത്തേക്ക് നടക്കുന്നതിനിടയിലും ശരീരത്തിനേറ്റ വിറയൽ മാറിയിരുന്നില്ല. നേരെ മുറിയിലേക്കാണ് പോയത്. കൈകൾ കൂട്ടിത്തിരുമ്മി ഒരു വെരികിനെ പോലെ ചുറ്റി നടന്നു. ചേച്ചി. വാതിക്കൽ ഐശ്വര്യ. പഴയതുപോലെ അവളെ അഭിമുഖീകരിക്കാൻ മടി തോന്നി. ചേച്ചി, ശ്രീയേട്ടൻ വന്നത് നന്ദനയ്ക്ക് ഫീസ് കിട്ടാനുള്ള രൂപ തരാൻ തന്നെയായിരുന്നു. പിന്നെ ചേച്ചിക്കുള്ള ഇൻട്രസ്റ്റും. അവൾ തനിക്കുള്ള കവർ മേശമേൽ വെച്ചു. ഇതൊക്കെ ഓഫീസിൽ വെച്ച് ആകാമായിരുന്നില്ലേ? ഏട്ടൻ ഫീൽഡിലായിരുന്നു ചേച്ചി. ഞാൻ ഇരുട്ട് വീഴുന്നത് വരെ കാത്തിരുന്നു. എന്നിട്ടാണ് ഇറങ്ങി നടന്നത്. ഇവിടെ വന്ന് കോളിംഗ് ബെല്ലിൽ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഏട്ടൻ വന്ന് വിളിച്ചു. ഇതൊക്കെ നമുക്കല്ലേ അറിയോ ഐശ്വര്യ? കാണുന്നവർ ധരിക്കുന്നത് വേറെയാവും. അറിയാൻ ചേച്ചി. ഇന്ന് രാത്രി നിധിനേട്ടനെയും കൂട്ടി ചെന്നൈക്ക് പോവുകയാണ് 2 പേരും. മറ്റേ പ്രോജക്റ്റിലേക്കുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് എടുക്കാൻ. നന്ദനയാണെങ്കിൽ എനിക്ക് സ്വൈര്യം തന്നില്ല. രൂപ വാങ്ങാതെ ചെല്ലരുതെന്നും പറഞ്ഞ്. മനസ്സ് തണുത്തു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. നീ ചെന്ന് വേഷം മാറ്. ചായ തണുത്തിട്ടുണ്ടാവും. ഒരു നെടുനിശ്വാസം അവളിൽ നിന്നും ഉതിർന്നു വീണു. പിന്നീട് അതേക്കുറിച്ച് ഇരുവരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ
രാത്രി കിടക്കാൻ പോകുമ്പോഴും ആ മുഖം മ്ലാനമായിരുന്നു. രാത്രി ഉറക്കം വന്നതേയില്ല. താൻ കാണിച്ചത് അവിവേകമായിരുന്നോ? ആ ചോദ്യം ഉള്ളിൽ കിടന്ന് വഴിമുട്ടി തിരിയുന്നു. മറ്റെന്തോ തൻ്റെ ഉള്ളിലുണ്ട്. അത്രയ്ക്കും വികാരാധീനയാകേണ്ട ഒരു കാരണവും ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീട് പലപ്പോഴും തോന്നി. മറിച്ച് സ്ത്രീ സഹജമായ അസൂയയായിരുന്നില്ലേ തന്നെ ഇത്രമാത്രം പ്രകോപിതയാക്കിയത്? വേണ്ടിയിരുന്നില്ല. ശ്രീഹരിയുടെ വിളറിപ്പോയ മുഖം ദിവസങ്ങളോളം ഉള്ളിൽ അലോസരമുണ്ടാക്കിക്കൊണ്ടിരുന്നു. പിന്നീട് ഒരിക്കലും ശ്രീഹരിയെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. അതൊരാശ്വാസമായിരുന്നു. പക്ഷേ കഴിഞ്ഞുപോയ ആ സന്ധ്യ ഒരു കരടായി ഉള്ളിൽ കിടന്ന മനസ്സിനെ ഞെരിച്ചമർത്തി. ഐശ്വര്യയും പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കുകയേ ഉണ്ടായില്ല. ആഴ്ചകളോളം ആ മുഖത്ത് മ്ലാനത തളം കെട്ടി നിന്നതറിഞ്ഞു. ഒന്നും അറിയാത്ത മട്ടിൽ നടക്കേണ്ടി വന്നു. പഞ്ചായത്തിലേക്ക് പോയി വന്നപ്പോഴൊക്കെ മനഃപൂർവ്വം ആ ഓഫീസിലേക്ക് നോക്കാതിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ ജോലിയുണ്ടായിരുന്നു തനിക്ക്. അതുകൊണ്ട് പകൽ സമയം വേഗം കടന്നുപോകും. വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ ഉള്ളിലേക്ക് അരിച്ചെത്തുന്നത്. ഒരു ഞായറാഴ്ച രാവിലെ വിപിനെത്തി. പതിവ് പോലെ തേങ്ങയിടാൻ സമയമായെന്ന് കരുതി. പക്ഷേ അവൻ്റെ ആവശ്യം മറ്റൊന്നായിരുന്നു. ചേച്ചി, എനിക്കൊരു ജോലി വാങ്ങിത്തരണം, ആ ഫോർച്യൂൺകാരോട് പറഞ്ഞ്. മോള് മനസ്സ് വെച്ചാൽ നടക്കും. എത്ര നാളിങ്ങനെ അവൻ തേരാപ്പാര നടക്കും? ജാനു അമ്മ പിന്താങ്ങാൻ വന്നു. രണ്ടുപേരും നേരത്തെ പറഞ്ഞുറപ്പിച്ചായിരുന്നു ആ നീക്കമെന്ന് തോന്നി. നോക്കൂ വിപിൻ, എനിക്ക് ആരോടും റെക്കമെൻഡിന് വയ്യ. പിന്നീട് അതൊക്കെ ബാധ്യതയാകും. നീ വേറെ എവിടെയെങ്കിലും ശ്രമിക്ക്. ചേച്ചിയുടെ വാക്ക് അവർക്ക് തട്ടിക്കളയാൻ പറ്റില്ലെന്നറിയാം. അത്ര പെട്ടെന്നൊന്നും അവൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. ശരി, ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. നിനക്കെന്ത് ജോലിയാണ് അവർ തരേണ്ടത്? ഓഫീസിലാണെങ്കിൽ എല്ലാം എഞ്ചിനീയറിംഗ് ഡിഗ്രിയും ഡിപ്ലോമയും ഉള്ളവരാണ്. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചവരും. പിന്നെയുള്ളത് വർക്കേഴ്സാണ്. നിനക്കത് പറ്റുമോ? അവൻ നിന്ന് തലചൊറിഞ്ഞു. 10ാം ക്ലാസ് തോറ്റ വിപിന് പറ്റിയ ഒരു ജോലിയും ഫോർച്യൂണിൽ കിട്ടാൻ പോകുന്നില്ലെന്ന് മനസ്സ് ഓർമ്മിപ്പിച്ചു. പക്ഷേ അവനെ നിരാശപ്പെടുത്താൻ വയ്യ. ഞാൻ വരദേട്ടനോട് പറഞ്ഞ് ടൗണിൽ എവിടെയെങ്കിലും നിനക്കൊരു ജോലി വാങ്ങിത്തരാം. അങ്ങനെയൊരു ഉറപ്പിൽ അവൻ്റെ മുഖം തെളിഞ്ഞില്ല. ജാനു അമ്മയുടെ മുഖം വീർത്തു കെട്ടി നിന്നു. 2 ദിവസത്തേക്ക് വരദേട്ടനെ കാണാൻ കഴിഞ്ഞില്ല. മറ്റാരുടെ കാര്യസാധ്യത്തിനു വേണ്ടി തിരുവനന്തപുരത്തായിരുന്നു. പക്ഷേ വരദേട്ടൻ്റെ മടങ്ങി വരവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ വിപിനെത്തി. ചേച്ചി, അവൻ എനിക്ക് ജോലി തന്നു. അവൻ്റെ സ്വരത്തിൽ ആഹ്ലാദം നുരയിടുന്നു. ആ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റം വന്നിരിക്കുന്നു. എന്ത് ജോലി? തനിക്ക് അതിശയമായി. ഓഫീസ് ബോയ് എന്നാണ് പറഞ്ഞത്. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ഹാജർ ബുക്കിൽ ഒപ്പിടണം. പിന്നെ ചെമ്പകമംഗലത്തെയും മറ്റേ പ്രോജക്റ്റിലുമൊക്കെ പോയി വരണം. നിതിൻ സാറും ഹരിസാറുമൊക്കെ മടങ്ങി വരുന്നത് വരെ ഓഫീസിലിരിക്കണം. ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തി. മൂകമായി കേട്ടിരുന്നു. എന്നോട് ബൈക്ക് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാനിന്ന് രാവിലെ തന്നെ പോയി തുടങ്ങി. ആരാ നിനക്ക് ജോലി തന്നത്? എനിക്കതറിയാനായിരുന്നു ആകാംക്ഷ. ഒരു ദിവസം രാത്രി ഹരിസാർ തനിച്ചിരുന്ന സമയത്ത് ചെന്ന് സംസാരിച്ചു. എത്ര വരെ പഠിച്ചു എന്നൊക്കെ ചോദിച്ചതേയുള്ളൂ. നീ എൻ്റെ പേര് പറഞ്ഞു അല്ലേ? ഒരു നിമിഷം അവൻ നിന്ന് പരുങ്ങി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യം. ആ നിൽപ്പും ഭാവവുമൊക്കെ കണ്ടപ്പോൾ പിന്നീടൊന്നും പറയാൻ തോന്നിയില്ല. രാത്രി ഐശ്വര്യയോട് വിപിൻ്റെ ജോലിയെക്കുറിച്ച് അന്വേഷിച്ചു. ജാനു അമ്മ 1-2 വട്ടം എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഒരാളിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ലെന്ന് തോന്നി. അതാണ് പറയാഞ്ഞതും. പിന്നെ അവൾ അർത്ഥോക്തിയിൽ നിർത്തി. എന്തേ നീ പറയാൻ വന്നത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശ്രീയേട്ടനിപ്പോൾ. അതിനിടയിൽ ഞാൻ ഈ കാര്യം മനഃപൂർവ്വം പറയാതിരുന്നതാണ്. എന്താണ് പ്രശ്നം? എന്നോട് പറയാൻ പറ്റിയതാണെങ്കിൽ പറയ്. ആകാംക്ഷയുണർന്നു. അവൾ ജാനു അമ്മ കേൾക്കാതിരിക്കാൻ സ്വരം താഴ്ത്തിയാണ് പറഞ്ഞു തുടങ്ങിയത്. നന്ദനയ്ക്ക് ഒരു ലവ് അഫെയർ ഉണ്ട്. കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച പയ്യൻ. ഇവിടെ ടൗണിലെ ഒരു ബിസിനസ് മാഗ്നറ്റിൻ്റെ മകനാണ്. പഠിപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിരുന്നു. ഹൈദരാബാദിലാണ് ജോലി. ഇപ്പോൾ അമേരിക്കയിൽ കമ്പനി അയക്കുമെന്ന് പറയുന്നു. അതിനു മുമ്പ് കല്യാണം നടത്തണമെന്നാണ് അവൻ്റെ ആവശ്യം. അതിനെന്താ, നല്ല കാര്യമല്ലേ? ജാതിയിൽ എന്തോ വ്യത്യാസമുണ്ട് ചേച്ചി. അച്ഛൻ പറയുന്നത് നമ്മൾ അവരിൽ നിന്ന് ബന്ധമെടുക്കില്ലെന്നാണ്. ഇപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ഒരുപാട് നടക്കുന്നില്ലേ ഐശ്വര്യ? ഉവ്, പക്ഷേ ആർക്കും ഒട്ടും ദഹിക്കുന്നില്ല ആ ബന്ധം. ആ സംസാരം അവിടെ മുറിഞ്ഞു. ഐശ്വര്യ അതേക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല. തന്നെ അലട്ടിക്കൊണ്ടിരുന്നത് വിപിൻ്റെ ജോലിക്കാര്യമാണ്. തൻ്റെ കെയർ ഓഫിലാണ് അവന് ജോലി കിട്ടിയതെങ്കിൽ ശ്രീഹരിയുടെ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് പലവട്ടം തോന്നി.
ആ വാരാന്ത്യത്തിൽ ഐശ്വര്യ വീട്ടിൽ പോയ ദിവസം നോക്കി ആ നമ്പർ ഡയൽ ചെയ്തു. ഗുഡ് മോർണിംഗ് മാഡം. പ്രത്യേകിച്ച് എന്തെങ്കിലും? തികച്ചും സാധാരണ മട്ടിലായിരുന്നു അഭിവാദ്യം. ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. തിരക്കില്ലല്ലോ? ഇല്ല, പറഞ്ഞോളൂ. വിപിൻ എന്ത് പറഞ്ഞിട്ടാണ് ജോലി ആവശ്യപ്പെട്ടത്? ഒരു നിമിഷമെടുത്തു മറുപടി പറയാൻ. എന്തായാലും മാഡത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അവന് ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരാളിനെ ആവശ്യമുണ്ടായിരുന്നു. തലയ്ക്കൊരു കൊട്ട് കിട്ടിയതുപോലെയായി. പിന്നീട് എന്തു പറയണമെന്നറിയാതെ ഫോണും ചെവിയിൽ ചേർത്ത് പിടിച്ചിരുന്നു പോയി. അവൻ മാഡത്തിൻ്റെ ആളാണെന്ന പരിഗണനയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, വിശ്വസിക്ക്. തുടർന്ന് ഫോൺ കട്ടായി. ഉള്ളിൽ ജാള്യത ഉണർന്നിരുന്നു. വിളിക്കേണ്ടിയിരുന്നില്ലെന്ന് പലവട്ടം തോന്നിപ്പോയി. വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. അതുപോലെയായിരിക്കുന്നു തൻ്റെ അവസ്ഥ. ശ്രീഹരിയുടെ ഉള്ളിൽ കാലുഷ്യമുണ്ട്. സ്വരത്തിലും വാക്കുകളിലും പ്രകടമായിരുന്നു. ആ ഞായറാഴ്ച രാവിലെയായിരുന്നു വിജയുടെ വീടിൻ്റെ പാലുകാച്ച ചടങ്ങ്. വീട് വലുതാക്കുന്നതിനോടൊപ്പം ഒരു പുതിയ അടുക്കളയും അവൾ പണിയിച്ചിരുന്നു. പഴയത് സ്റ്റോർ റൂമാക്കി മാറ്റി. ഹാളും പുതിയൊരു ബെഡ്റൂമും കൂടി വന്നപ്പോൾ വീടിന് ഒരുപാട് സൗകര്യമായി. വെളുപ്പിനായിരുന്നു ചടങ്ങ്. പുറമേ നിന്ന് ആരെയും ക്ഷണിച്ചിരുന്നില്ല. അമ്മ ആ നേരത്ത് ഉറക്കമുണരാത്തതുകൊണ്ട് താനെങ്കിലും ചെല്ലണമെന്ന് വിജി ആവശ്യപ്പെട്ടു. രാജിയെ വിവരമറിയിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വന്നു പോകുമ്പോൾ വീടിൻ്റെ പണി നടക്കുകയായിരുന്നു. തലേന്ന് തന്നെ ബിബിനെ ഒപ്പം വരാൻ ചട്ടം കെട്ടി. അവൻ്റെ കിടപ്പൊക്കെ ഓഫീസിൽ തന്നെയായിരുന്നു. മിക്കവാറും ശ്രീഹരിയോടൊപ്പം നിതിൻ വന്നും പോയി നിൽക്കുകയാണെന്ന് കേട്ടറിഞ്ഞു. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി ബിബിനോടൊപ്പം നടക്കുമ്പോൾ ഇരുട്ട് തീരെ മാറിയിരുന്നില്ല. ഗ്രാമം ഉറക്കം വിട്ടുണരാൻ ഇനിയും സമയമെടുക്കുമെന്ന് തോന്നി. അധിക നേരം വിജയുടെ അടുത്ത് നിൽക്കാൻ മടി തോന്നി. കാച്ചിയ പാൽ അല്പം വാങ്ങിക്കുടിച്ച് കയ്യിൽ കരുതിയിരുന്ന ഒരു തുക അവളെ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞു. പ്രാതലിനുള്ളതൊക്കെ തയ്യാറായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നേരം വെളുത്തു തുടങ്ങിയതുകൊണ്ട് തനിച്ചായിരുന്നു മടക്കം. വിപിനെ മുരളി പിടിച്ചു നിർത്തി. കണിമംഗലത്തേക്കുള്ള ഇഡലിയും സാമ്പാറുമൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തയക്കുമെന്ന് വിജി ഓർമ്മിപ്പിച്ചു. റോഡിൽ ആൾ സഞ്ചാരം തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കവലയിലെത്തി വീട്ടിലേക്കുള്ള വളവ് തിരിയുമ്പോൾ മുന്നിൽ ശ്രീഹരി ജോഗിങ്ങിന് ഇറങ്ങിയ വേഷത്തിൽ. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ കൂടിക്കാഴ്ച. തൻ്റെ മുഖം പൊടുന്നനെ വിളറിയിട്ടുണ്ടാവും. ആ നോട്ടം ഹൃദയത്തിൻ്റെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഒരു നിമിഷം കാലുകൾ ചലനമറ്റു നിന്നു. പൊടുന്നനെ ശ്രീഹരി പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും കൂടാതെ വഴിമാറി കടന്നുപോയി. മടങ്ങിച്ചെല്ലുമ്പോഴും അമ്മ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. മയക്കം വിട്ടുണരാൻ സമയമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉച്ചയാകുന്നതിന് മുമ്പ് രാജി വിളിച്ചു. എങ്ങനെയുണ്ട് ചേച്ചി വീട്? കൊള്ളാം. പണി തീർന്നു വന്നപ്പോഴേക്കും നല്ല സൗകര്യമായി. അടുക്കള പുതിയ മോഡലാണോ? ഉവ്. വിറകടുപ്പൊക്കെ വർക്ക് ഏരിയയിലാക്കി. വിജയുടെ പുതിയ വിശേഷം ചേച്ചിയോട് പറഞ്ഞോ? എന്ത് വിശേഷം? അവൾ ഗർഭിണിയാണ്. മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചപ്പോഴാണ് അറിയുന്നത്. 4 മാസമായി. ഉള്ളിൽ കുത്തേറ്റതുപോലെയായി. എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ രാജി അവൾക്ക്? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിരോധമോ? എന്തിനു ചേച്ചി? ഒരു പക്ഷേ ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് പറയാൻ മടി തോന്നിയിട്ടുണ്ടാവും. അല്ലാതെ മറ്റൊന്നുമില്ല. അവൾ സമാധാനിപ്പിച്ചുവെങ്കിലും മനസ്സിൽ കാലുഷ്യം ബാക്കി കിടന്നു. വൈകുന്നേരം ഓർക്കാപ്പുറത്ത് ഒരതിഥി വന്ന് കയറി. ഗംഗാപ്രസാദ്. ആദ്യം ആളിനെ മനസ്സിലായില്ല. കയ്യിലെ ഫോറിൻ കിറ്റ് കണ്ടപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. സുഖം തന്നെയല്ലേ? ചോദ്യമുണ്ടായി. ഉവ്, ഇരിക്കെ. സിറ്റി ചൂണ്ടിക്കാട്ടി ക്ഷണിച്ചു. ഇരിക്കാനൊന്നും നേരമില്ല ജയന്തി. അച്ഛൻ ഹോസ്പിറ്റലിലാണ്. ഇങ്ങോട്ട് വരുന്ന വഴി ഇത് ഏൽപ്പിക്കാൻ ഇറങ്ങിയതാണ്. ഗേറ്റിന് മുന്നിൽ കിടന്ന കാറിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് തോന്നി. സുമയ്യ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. അയാൾ ചിരിച്ചു. അച്ഛന് വാർദ്ധക്യ സഹജമായ എല്ലാ അസുഖങ്ങളുമുണ്ട്. ഒരാഴ്ചത്തെ ലീവിന് വന്നതാണ്. മടങ്ങുന്നതെന്നാണെന്ന് ഒന്ന് പറയണേ, ഞാൻ അറിയിക്കാം. കൂട്ടുകാരിക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തന്നോളൂ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഗംഗാപ്രസാദ് ഹൃദയം തുറന്ന് ചിരിച്ചു. പിന്നെ യാത്ര പറഞ്ഞു പോയി. കിറ്റിൽ നിന്നും സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. ഒരു നീണ്ട ടോർച്ച്, റേഡിയോ കം CD പ്ലെയർ, ചോക്ലേറ്റുകൾ, കാൽക്കുലേറ്റർ, പിസ്ത, ബദാം പരിപ്പ്, പെർഫ്യൂമുകൾ. ഗംഗാപ്രസാദ് തിരിച്ചു പോകുമ്പോൾ കാര്യമായി എന്തെങ്കിലും കൊടുത്തയക്കണം. രാത്രി സുമയ്യെ വിളിച്ചു. താൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. മനഃപൂർവ്വമാണ് നിനക്ക് സാരി കൊടുത്തയക്കാഞ്ഞത്. അത് മനസ്സിലായി. ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ആണെന്ന് വെച്ചോളൂ. പിന്നെ ടോർച്ചിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. വെളിച്ചവും കിട്ടും, ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യാം.
എന്തായാലും ഇനി കള്ളൻ വന്നാലും എതിർത്ത് നിൽക്കാൻ. അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശവും. പിന്നെ CD പ്ലെയറിൽ ഭക്തിഗാനങ്ങളിട്ട് കേട്ടുറങ്ങുകയും ഉണരുകയും ചെയ്യാം. ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അതിന് നിന്റെ സഹായം ഒന്നും വേണ്ട കുട്ടി. ഇവിടെ അമ്പലത്തിൽ നിന്ന് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ചുമ്മാതല്ല നീ ഇങ്ങനെയായി പോയത്. ആട്ടെ, നിനക്കെന്താ ഞാൻ കൊടുത്തയക്കേണ്ടത്? നിന്റെ നല്ല മനസ്സ്, എനിക്കത് മാത്രം മതി. കൂടുതൽ ചോദിക്കാനൊന്നും നിന്നില്ല. വിജിയുടെ പുതിയ വീടിനെക്കുറിച്ച് പറഞ്ഞു. അനിയത്തിമാരെല്ലാം വെൽ സെറ്റിൽഡായി. നിനക്ക് നിരാശയൊന്നും തോന്നുന്നില്ലേ ജയ? അങ്ങനെയൊരു ഫീലിംഗേ എനിക്കില്ല. ശരി, ഞാൻ വയ്ക്കുകയാണ്. പിറ്റേന്ന് ഉച്ചയ്ക്ക് തന്നെ ജമീല സാറിനെയും കൂട്ടി ടൗണിൽ പോയി വില കൂടിയ 2 ചുരിദാർ സെറ്റും ഷാൻമോന് ഒരു ജോഡി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും വാങ്ങിവെച്ചു. കുറച്ചൊരു ആത്മസംതൃപ്തി തോന്നിയ നിമിഷങ്ങൾ. ഗംഗാപ്രസാദ് മടങ്ങിയ അന്ന് തന്നെ വിളി വന്നു. ഇനി മേലാൽ ഗംഗാപ്രസാദിനെ ഞാൻ നാട്ടിലേക്ക് അയക്കില്ല. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. നീ എന്തു പണിയാണ് കാണിച്ചത്? നീ കാണിച്ചു കൊണ്ടിരിക്കുന്ന അതേ പണി തന്നെ. ആട്ടെ, നിനക്കതിഷ്ടപ്പെട്ടോ? മോനുള്ളത് അളവാണോ? എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് കൈമാറില്ല, തയ്പ്പിച്ചിടും. മോനുള്ളത് കറക്റ്റ് പാകം. ഷെരീഫിക്ക പറയുന്നു കൂട്ടുകാരിയുടെ ഭർത്താവിനെ മറന്നോന്ന്. സോറി സുമ, എന്താ വാങ്ങേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇനിയാകട്ടെ, ഇനി ഈ പരിപാടിയേ വേണ്ട. അവൾ ഫോൺ കട്ട് ചെയ്തു. ഒരു തിങ്കളാഴ്ച ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയ ഐശ്വര്യയുടെ മുഖം കാർമേഘം മൂടിക്കെട്ടിയ ആകാശം പോലെ ഇരുണ്ടിരുന്നു. രാവിലെ അവൾ വീട്ടിൽ നിന്ന് വരുന്ന വഴി നേരെ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ്. അതാണ് പതിവും. അനിഷ്ടമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സു പറഞ്ഞു. രാത്രി അത്താഴത്തിനിരുന്നപ്പോഴും ഐശ്വര്യ കാര്യമായി ഒന്നും കഴിച്ചില്ല. ക്ഷമയോടെ കാത്തിരുന്നാൽ അവൾ പറഞ്ഞു തുടങ്ങുമെന്നറിയാം. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഐശ്വര്യ മുറിയിലേക്ക് വന്നു. ചേച്ചി, രഞ്ജിത്തുമായുള്ള നന്ദനയുടെ ആ കല്യാണം ശ്രീയേട്ടൻ ഉറപ്പിച്ചു. നല്ല കാര്യമല്ലേ? പറയാൻ വരട്ടെ, വലിയൊരു ട്രാജഡി ഉണ്ടതിൽ. ഒരു മാറ്റക്കല്യാണമാണ് രഞ്ജിത്തിൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടത്. കോടികൾ വിലയുള്ള ചെറുക്കനെ വിട്ടുകൊടുക്കണമെങ്കിൽ ശ്രീയേട്ടൻ അവിടുത്തെ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന്. ഉള്ളിൽ നിന്നും ഒരാന്തലുണ്ടായി. എന്നിട്ടും അത് ഒളിപ്പിച്ചു വെച്ചു. അതിനെന്താ, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. അവിടെ നിന്നൊരു ബന്ധം കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമായി കരുതുകയല്ലേ വേണ്ടത്? തൻ്റെ സ്വരം വിറയാർന്നിരുന്നു. നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. ആ പെണ്ണിന് ചട്ടുകാലുണ്ട്, പിന്നെ പ്രായവും. കല്യാണമൊന്നും ഇതുവരെ ശരിയാകാതെ നിൽക്കുകയായിരുന്നു. തല പുകയുന്നത് പോലെ തോന്നി. ഇങ്ങനെയൊരു ഡിമാൻഡ് സ്വന്തം വീട്ടുകാരെ വയ്ക്കുമെന്ന് രഞ്ജിത്ത് പോലും പ്രതീക്ഷിച്ചില്ല. അയാൾ ആകെ അപ്സെറ്റായി പോയി. നന്ദനയാണെങ്കിൽ പെണ്ണിനെ കണ്ടതിന് ശേഷം പട്ടിണി കിടക്കാൻ തുടങ്ങിയിരിക്കുന്നു. കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്നും പറഞ്ഞ് അവൾക്ക് രഞ്ജിത്തിനെ വേണ്ടെന്ന്. പൂർണ്ണ സമ്മതത്തോടെയാണോ നിന്റെ ശ്രീയേട്ടൻ ഒരുങ്ങുന്നത്? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്കറിയില്ല ചേച്ചി. ചിലപ്പോൾ തോന്നും ഏട്ടന് വട്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ പെങ്ങളോടുള്ള അന്ധമായ സ്നേഹം, അല്ലെങ്കിൽ എന്തെങ്കിലും നിരാശ. മുൾക്കുത്തേറ്റതുപോലെ തോന്നി. നിശബ്ദമിരിക്കുമ്പോൾ അവൾ തുടർന്നു. ശ്രീനിലയത്തിൽ ഇപ്പോഴാർക്കും മിണ്ടാട്ടമില്ല. വിദ്യാമ്മ ഒറ്റ കിടപ്പാണ്. ശ്രീപ്രിയ ചേച്ചിയും വിനോദേട്ടനും ബാംഗ്ലൂരിൽ നിന്നും വന്നിട്ടുണ്ട്. പ്രവിയേട്ടനാണെങ്കിൽ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ നന്ദനെയും വഴക്കു പറഞ്ഞ് ചുറ്റി നടക്കുന്നു. രേഖ ചേച്ചിയും ലീവെടുത്ത് വീട്ടിലുണ്ട്. ഞാൻ നോക്കിയിട്ട് കുലുക്കമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, ശ്രീയേട്ടൻ. നന്ദനയുടെ പഠിപ്പ് കഴിഞ്ഞോ? 8th സെമസ്റ്ററാണ്. ഇപ്പോൾ 2 കൂട്ടരുടെയും നിശ്ചയം നടത്തി വെക്കണം. പഠിപ്പ് തീരുന്ന മുറയ്ക്ക് കല്യാണം എന്നാണ് തീരുമാനം. ആ പയ്യൻ അമേരിക്കയിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഈ ബാച്ചിൽ പോകുന്നില്ലെന്ന് വെച്ചു. കല്യാണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അതെല്ലാം. ഇപ്പോൾ ഹൈദരാബാദിലാണ്. ഒരു ദുഃഖ സ്വപ്നത്തിലാണ് താനെന്ന് തോന്നി. ഐശ്വര്യ മുറിയിലെ വിളക്കണച്ച് എഴുന്നേറ്റ് പോയതുപോലും അറിഞ്ഞില്ല. അന്ന് ഒരുപോലെ കണ്ണടയ്ക്കാനുമായില്ല. തനിക്കെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. നഷ്ടബോധത്തിൻ്റെ പിടിയിലമർന്ന് മനസ്സ് ഞെരിഞ്ഞുകൊണ്ടിരുന്നു. ഈശ്വര, തന്നോടായിരുന്നു വാശി തീർത്തത്. കേട്ട വിവരമൊന്നും ജമീല സാറിനോട് പോലും പറഞ്ഞില്ല. പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ താൻ വിങ്ങിപ്പൊട്ടിയേക്കും. സുമ്മയെ വിളിച്ചപ്പോഴും മൗനം പാലിച്ചു. വിവരം അറിഞ്ഞു കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കകം നിതിൻ മോഹനും ശ്രീഹരിയും കൂടി എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് ക്ഷണിക്കാൻ വന്നു. ഓഫീസിലാണ് വന്നത്. നിശ്ചയമായതുകൊണ്ട് കാർഡൊന്നും അടിച്ചില്ല. ഇവിടുത്തെ ടൗൺ ഹാളിൽ വെച്ചാണ് ചടങ്ങ്. എൻ്റെയും ഇളയ പെങ്ങളുടെയും. അരമണിക്കൂർ ഇടവിട്ടാണ്. തീർച്ചയായും എത്തണം. തികച്ചും കാര്യമാത്ര പ്രസക്തമായ ക്ഷണം. നിർവികാരത നടിച്ച് കേട്ടിരുന്നു. നിതിൻ മോഹൻ പതിവ് വാചാലതയൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചതുപോലെ.
ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി മുറിയിൽ വന്ന ജമീല സാർ ആ വിഷയം എടുത്തിട്ടു. വലിയ വീട്ടിലേക്ക് പെങ്ങളെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രീഹരി ഒരു കൂടപ്പിറപ്പും ചെയ്യാനൊരുങ്ങാത്ത ത്യാഗമാണ് ചെയ്യുന്നത്. അറിയാം മാഡം, ഒരു ജന്മമാ പാടിലാവുന്നതെന്ന് അയാൾ ഓർക്കുന്നില്ല. മാഡത്തിന് അറിയാമോ ആ പെൺകുട്ടിയെ? എനിക്ക് നേരിട്ടറിയില്ല ജയ. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അവരുടെ കമ്പനിയിലല്ലേ. പെൺകുട്ടിക്ക് നല്ല വണ്ണമുണ്ടെന്ന ഇക്ക പറഞ്ഞത്. നിശബ്ദമിരിക്കുമ്പോൾ അവൾ തുടർന്നു. ആ വീട്ടുകാരെന്തായാലും അവസരത്തിനൊത്തുയർന്ന് വിലപേശി നല്ലൊരു പയ്യനെ തട്ടിയെടുത്തു. ദിവസങ്ങൾ നിശബ്ദം കടന്നുപോയി. ആ ആഴ്ച വീട്ടിലേക്ക് പോയി വന്ന ഐശ്വര്യ പറഞ്ഞു, ഒന്നിനും ഒരു മാറ്റവുമില്ല. നന്ദന് എല്ലും തോലുമായി. എല്ലാവരും കൂടി നിർബന്ധിച്ച് കോളേജിൽ പറഞ്ഞയക്കുന്നു. ഇങ്ങനെയുള്ളവരെയും ആരെങ്കിലും വിവാഹം കഴിക്കണ്ടേ എന്ന് പറഞ്ഞാണ് ശ്രീയേട്ടൻ. പ്രവിയേട്ടൻ ദേഷ്യം അടക്കിയിട്ടില്ല. അവസാനം എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. തനിക്കും മിണ്ടാട്ടമൊന്നും ഉണ്ടായില്ല. മനസ്സ് മരവിച്ചതുപോലെ ആ മരവിപ്പ് ശരീരത്തിനെയും ബാധിച്ചിട്ടുണ്ട്. നിശ്ചയത്തിൻ്റെ തലേന്ന് ജമീല സാർ ചോദിച്ചു. വെറുതെ ചോദിക്കുകയാണ്, നാളെ ടൗൺ ഹാളിൽ വരുമോ? ഇല്ല മാഡം, ഞാൻ ഇതിനൊന്നും പോകാറില്ലെന്നറിയാലോ. ശനിയാഴ്ച വൈകുന്നേരം ഐശ്വര്യയിൽ നിന്നും ആ ചോദ്യമുണ്ടായി. വീട്ടിലേക്കുള്ള യാത്ര അവൾ മാറ്റിവെച്ചിരുന്നു. ഞാനില്ല, നിനക്ക് തനിയെ പോകേണ്ടി വരും. എന്നാൽ വെളുപ്പിന് ഞാൻ ഫ്ലാറ്റിലേക്ക് പോകാം. ഇപ്പോൾ എല്ലാവരും അവിടെ എത്തിക്കാണും. പണി പൂർത്തിയായ ബിൽഡിങ്ങിൽ ഒരെണ്ണം നന്ദനയുടെ പേരിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ശ്രീഹരി. മറ്റുള്ളവയിലൊക്കെ ആൾക്കാർ താമസം തുടങ്ങിയിട്ടുണ്ടെന്ന് എന്നോ ഐശ്വര്യ പറഞ്ഞു കേട്ടു. രവി മാമനും മാമിയുമൊക്കെ എപ്പോഴെത്തും? തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഒരു ബസ് നിറയെ ആൾക്കാർ വരുന്നുണ്ട്. അവരെ കൊണ്ടുവരേണ്ട ചുമതല അച്ഛനാണ്. ഞാൻ അവരുടെ ഒപ്പം മടങ്ങും ചേച്ചി. രാവിലെ 6 മണിക്കുള്ള ബസ്സിൽ അവൾ പോയി. തൻ്റെ മനസ്സ് വ്യാകുലപ്പെടുന്നതറിഞ്ഞു. നെഞ്ചിലാരോ ഭാരം കയറ്റി വെച്ചതുപോലെ. അമ്മയുടെയും തൻ്റെയും തുണി നനച്ചിടാൻ ആവശ്യത്തിൽ കൂടുതൽ സമയമെടുത്തു. അമ്മയുടെ അടുത്ത് പതിവിൽ കൂടുതൽ നേരം ചെന്നിരുന്നു. ആ കൈകൾ മടിയിലെടുത്ത് വെച്ച് പതുക്കെ തടവിക്കൊണ്ടിരിക്കുമ്പോഴും മനസ്സ് കൈവിട്ടു പോയിരിക്കുന്നതറിഞ്ഞു. ആരെങ്കിലും ഒന്ന് കയറി വന്നിരുന്നെങ്കിലെന്ന് വെറുതെ ആശിച്ചു. കണ്ണുകൾ ഇടയ്ക്കിടെ ക്ലോക്കിലേക്ക് നീണ്ടു ചെന്നു. ചടങ്ങുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. 1-2 തവണ ഫോൺ കയ്യിലെടുത്തതാണ് ജമീല സാറിനെ വിളിക്കാൻ. പക്ഷേ ധൈര്യമുണ്ടായില്ല. പത്രവും കയ്യിലെടുത്ത് പോർട്ടിക്കോയിൽ ചെന്നിരുന്നു. ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിലും വെറുതെ അതിൽ കണ്ണോടിച്ചു. ഗേറ്റിനരികിൽ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് തലയുയർത്തി. വിപിനാണ്. മുറ്റത്തേക്ക് നടന്നു വന്ന അവൻ്റെ മുഖം കരിവാളിച്ചിരുന്നു. പതിവ് ചിരിയൊന്നും ഉണ്ടായതുമില്ല. നീ പോയിരുന്നില്ലേ? വരുന്ന വഴിയാണ് ചേച്ചി. അരപ്ലേസിൽ സ്ഥലം പിടിക്കുന്നതിനിടയിൽ മറുപടി ഉണ്ടായി. എല്ലാം ഭംഗിയായി നടന്നോ? ഭംഗി. സത്യത്തിൽ ശ്രീസാറിൻ്റെ പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്കിറങ്ങി ഓടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ചേച്ചി. അതെന്താ? ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. മോതിരം മാറ്റാൻ വേണ്ടി ആ പെണ്ണിനെ ആംഗ്ലമാരെല്ലാം കൂടി എടുത്തുകൊണ്ടുവന്നാണ് ശ്രീസാറിൻ്റെ അടുത്തിരുത്തിയത്. ഇവർ വേറെ വിഭാഗമായതുകൊണ്ട് ഞാൻ കരുതി അങ്ങനെയായിരിക്കും ചടങ്ങെന്ന്. പിന്നീടല്ലേ അറിയുന്നത് ചട്ടുകാലിയെയാണ് ശ്രീസാറിന് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. അത് എഴുന്നേറ്റ് നിൽക്കില്ലേ? നിൽക്കും. ക്രച്ചസ് കൊണ്ടുവന്ന് വെച്ച് ഫോട്ടോയ്ക്കൊക്കെ നിർത്തുന്നത് കണ്ട് അയ്യടാന്നായി പോയി ഞാൻ. എന്തൊരു കഷ്ടമായി പോയി. രാജകുമാരനെ പോലെ ഇരിക്കുന്ന ചെക്കനല്ലേ ശ്രീഹരി. ജാനു അമ്മ പിന്നിലുണ്ടായിരുന്നത് അപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ പ്രസിഡന്റിൻ്റെ ദേഷ്യം കാണണമായിരുന്നു. ഈ ചെറുക്കനിത് എന്തിൻ്റെ കേടാന്നും പറഞ്ഞ് അപ്പോഴേ വരദേട്ടൻ ബൈക്കിൻ സ്റ്റാർട്ട് ചെയ്ത് സ്ഥലം വിട്ടു. ഉണ്ണാനൊന്നും നിന്നില്ല. നീ കഴിച്ചോ മോനെ? ജാനു അമ്മയുടെ അന്വേഷണം. ഞാൻ കഴിച്ചു. ഇത്രയൊരു ഉഗ്രൻ സദ്യ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. പിന്നെ എന്തൊക്കെയാ? ഐസ്ക്രീം, ചോക്ലേറ്റ്, ഫ്രൂട്ട് സലാഡ്, ജിലേബി. എല്ലാറ്റിൻ്റെയും പേരുകൂടി എനിക്ക് ഓർമ്മയില്ല. ടൗൺ മൊത്തം അവിടെയുണ്ട്. ബാക്കി വിശേഷം കേട്ടത് പിറ്റേന്ന് ജമീല സാറിൽ നിന്നാണ്. ശ്രീഹരി ഒഴിച്ച് ആരുടെയും മുഖത്ത് ഒരു തുള്ളി ചോരമയം ഉണ്ടായിരുന്നില്ല ജയ. പെണ്ണിനെ എടുത്തുകൊണ്ട് വന്നിരുത്തിയപ്പോൾ ശ്രീഹരിയുടെ കല്യാണപ്പെങ്ങള് തിരിഞ്ഞു നിന്ന് വിങ്ങിപ്പൊട്ടുന്നത് എല്ലാവരും കണ്ടതാണ്. ഊണ് എനിക്കും അങ്ങോട്ട് ഇറങ്ങിയില്ലെന്ന് തോന്നി. ഇക്കാക്ക് എന്നോടൊപ്പം ഇറങ്ങി വരാനും വയ്യ. വിവരം പറഞ്ഞിറങ്ങിയ ഞാൻ ചെന്ന് പെട്ടത് നിധിൻ്റെ മുന്നിൽ. അയാൾ നിർബന്ധിച്ച് പന്തലിൽ കൊണ്ടിരുത്തി. ഹാള് പോരാഞ്ഞ് ചുറ്റിനും നെടുനീളത്തിൽ പന്തലിട്ടിരിക്കുകയാണ്. അത്രയ്ക്കാണ് ജനം. പെണ്ണ് കാണാൻ തരക്കേടില്ല. ഒരു ഐശ്വര്യമൊക്കെ തോന്നും. ഒറ്റ ഇരിപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതാണ് ഇത്ര വണ്ണം. ചിലപ്പോൾ കുറയുമായിരിക്കും. ഏപ്രിൽ 22-നാണ് ശ്രീഹരിയുടെ കല്യാണം. മറ്റേത് 29-നും. തീയതികൾ വായിക്കുന്നത് കേട്ടു.
ഹൃദയം നുറുങ്ങുകയാണെന്ന് തോന്നിപ്പോയി. ദിവസങ്ങൾ യാന്ത്രികമായി കടന്നുകൊണ്ടിരുന്നു. ഐശ്വര്യ എല്ലാ ആഴ്ചയും പതിവ് പോലെ പോയി വന്നു. പിന്നീട് ശ്രീനിലയത്തിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ല. മനഃപൂർവ്വം ഒന്നും കേൾക്കണ്ടെന്ന് വെച്ചു. ക്രിസ്മസ് ആഘോഷിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം രാജിയും മക്കളും എത്തി. അവൾ തനിച്ചു വരാനും പോകാനും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ അവൾ വണ്ണം വെച്ചിരുന്നു, നിറവും കൂടി. ചേച്ചി, ഞാൻ ഒരു കൂട്ടം പറയാൻ കൂടിയാണ് വന്നത്. ചേച്ചി ക്ഷമയോടെ കേൾക്കണം. നീ ആദ്യം പറയ്. ഞാൻ FD ഇട്ടിരിക്കുന്ന ബാങ്കിൽ ഒരു പുതിയ മാനേജർ മാറി വന്നിട്ടുണ്ട്. ഒരു ബാലചന്ദ്രൻ നായർ. 35 വയസ്സ് വരും. കോട്ടയംകാരനാണ്. ബാക്കി ഞാൻ പറയാം. ഒന്നുകിൽ അയാൾ ഇതേവരെ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി. ചേച്ചിക്ക് വേണ്ടി ആലോചിക്കട്ടെ എന്നല്ലേ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? അവളുടെ മുഖം വിവർണമായി. ചേച്ചി എന്നെ കളിയാക്കുകയാണോ? ഇല്ല മോളെ, ചേച്ചിക്ക് ഇനിയൊരു വിവാഹമേ ഇല്ല. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നെങ്കിൽ. പറഞ്ഞു വന്നപ്പോഴേക്കും സ്വരം ഇടറിപ്പോയി. ഉണ്ടായിരുന്നെങ്കിൽ? ചേച്ചി പറയൂ ചേച്ചി. അവൾ തോളിൽ പിടിച്ചുലച്ചു. ശ്രീഹരിയുടെ മുഖം പൊടുന്നനെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്താ? വിജിക്ക് മുമ്പേ എൻ്റെ കല്യാണം കഴിഞ്ഞതിനെ എന്ന് പറയുകയായിരുന്നു. വെറുതെ പറഞ്ഞു. ചേച്ചിയുടെ മനസ്സിന് മാറുകയേയില്ലേ? ഇല്ല മോളെ, നീ ഇനി അതുവഴി ചിന്തിക്കേണ്ട. ചേച്ചിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു. അന്ന് പാല് കാച്ചലിന് വന്നപ്പോഴെടുത്തത്. അയാൾക്ക് 100 വട്ടം സമ്മതം. ഇത് ഭാര്യ മരിച്ചതൊന്നുമല്ല, ഡൈവോഴ്സാ. ആ പെണ്ണ് വലിയ അഹങ്കാരിയായിരുന്നു. ഇയാൾ പറയുന്നിടത്തൊന്നും നിൽക്കില്ലെന്ന്. അയാൾ പറയുന്ന കാരണമല്ലേ ഒരു പെണ്ണിനെ കാണുമ്പോൾ മറ്റൊരു കാരണമാവും അയാളെക്കുറിച്ച് പറയുക. നീ അത് വിട്. ബിജിയെ കാണാൻ അവളോടൊപ്പമാണ് പോയത്. അവൾക്ക് 8 മാസം കഴിഞ്ഞിരിക്കുന്നു. വലിയ വയറും താങ്ങി അവൾ പതിവ് പോലെ വീട്ടുജോലികളിൽ മുഴുകുന്നത് കണ്ടപ്പോൾ തനിക്ക് വീർപ്പ് മുട്ടി. പ്രസവത്തിന് ആരെയെങ്കിലും നിർത്തുന്നുണ്ടോ മുരളിയേട്ടാ? രാജി ചോദിക്കാതിരുന്നില്ല. ഒരു സ്ത്രീയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 9 തികയുമ്പോഴേക്കും വരാൻ പറയണം. വരും, ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മടങ്ങുന്ന വഴി വരദേട്ടൻ്റെ അമ്മയെ കാണാൻ പോയി. മുരളിയുടെ വീടിന് കുറച്ചപ്പുറത്ത് വയൽ വരമ്പിലൂടെ നടന്നു വേണം ഏട്ടൻ്റെ കുടുംബ വീട്ടിൽ ചെല്ലാൻ. അനുജരായിരുന്നു അവിടെ താമസം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ഒരുപാട് നാളുകളായി കിടപ്പിലായിരുന്നു അവർ. വരദേട്ടൻ എല്ലാ ദിവസവും മുടങ്ങാതെ പോയി അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ചെലവഴിക്കാൻ മറക്കാറില്ല. പകൽ സമയം കിട്ടിയില്ലെങ്കിലും രാത്രിയെങ്കിലും ചെന്നിരിക്കും. 90-നടുത്ത് പ്രായമുണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. കുറച്ചു നേരം അടുത്തിരുന്ന് വരദേട്ടൻ്റെ അനിയത്തി കൊണ്ടുവന്ന ചായയും കുടിച്ച് യാത്ര പറഞ്ഞു പോന്നു. രാജി തിരിച്ചു പോയപ്പോഴേക്കും വീണ്ടും വീടുറക്കമായി. അടുത്ത ഭാഗം നാളെ.